ഒരു പനിയോ ജലദോഷമോ വന്ന ഉടനെ ആന്റിബയോട്ടിക് എടുക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അവിടെയാണ് നമ്മുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ പനിയും ബാക്ടീരിയ കൊണ്ടല്ല വരുന്നത്. ചിലപ്പോൾ അതൊരു വൈറൽ പനിയായിരിക്കും. അതിന് നമ്മൾ ആന്റിബയോട്ടിക് എടുത്താൽ ശരിയാവും? ഒരിക്കലും ഇല്ല. അടുത്ത തവണ ഇതേ ആന്റിബയോട്ടിക് നിങ്ങൾ ബാക്ടീരിയൽ ഇൻഫെക്ഷന് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? ആ ബാക്ടീരിയ നമ്മളോട് പറയും, അയ്യേ ഇത് എനിക്ക് അറിയാം കേട്ടോ, ഇതിനെ എനിക്ക് കൊല്ലാനും അറിയാം. അങ്ങനെ നമ്മൾ ആന്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ കൂടെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ബാക്ടീരിയകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാക്ടീരിയകൾ എപ്പോഴും മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ആന്റിബയോട്ടിക് കഴിച്ചല്ലോ, സ്വാഭാവികമായിട്ട് ആ ബാക്ടീരിയ അടുത്ത തവണ ഈ ആന്റിബയോട്ടിക്കിനെ എങ്ങനെ എതിർക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്ന രീതിയിൽ അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പുതിയ ബാക്ടീരിയകൾ രൂപപ്പെടും. അതെ, മറ്റേനെക്കാട്ടി ഭയങ്കര സ്ട്രെങ്ത് ഉള്ള സാധനങ്ങളായിരിക്കും, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. നിങ്ങൾ സ്ഥിരമായി ഒരേ അളവിൽ ആന്റിബയോട്ടിക് എടുക്കുന്ന ആളാണെങ്കിൽ ആ ബാക്ടീരിയ ആ മരുന്നുമായിട്ട് പൊരുത്തപ്പെടുകയും നിങ്ങൾ ഇതിനേക്കാൾ കൂടിയ അളവിലുള്ള ആന്റിബയോട്ടിക്കുകൾ എടുക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക് കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നമുക്ക് ആർക്കും പ്രതിരോധിക്കാനാവാത്ത തരത്തിലുള്ള ബാക്ടീരിയകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സമ്പർക്കം വഴി മറ്റുള്ളവരിലേക്ക് എത്തി അതുപോലെ തന്നെ മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാവുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇതൊരു വലിയ വിപത്തായി മാറുമെന്നാണ് നമ്മുടെ സയന്റിസ്റ്റുകളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് ചുമയോ പനിയോ ജലദോഷമാണോ, നിങ്ങൾ നേരെ ഡോക്ടറെ കാണുക. ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രം ആന്റിബയോട്ടിക്കുകൾ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.